ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഷ്യാം സെലീനോട് പറയുന്നുണ്ട്, മുത്തശ്ശിയെ ഹാൻഡിൽ വിത്ത് കെയർ ആണ്, മുത്തശ്ശിയെ നല്ല ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സെലീൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം, ഞാൻ വന്നപ്പോൾ തന്നെ സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സെലീനിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഷ്യാമിനെ കാണിക്കാതെ ആ ഫോൺ കോൾ ഇങ്ങനെ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷ്യാമിന് എന്തോ ഒരു സംശയം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ അന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ജലി ഷ്യാമിന് ഒരു വോയിസ് ഒക്കെ വിടുന്നുണ്ട്. അപ്പോൾ ഷ്യാം അതിന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലിക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം വരുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മുത്തശ്ശി അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, ഷ്യാം എന്താ ഞാൻ വന്നത് വിവരം അറിഞ്ഞിട്ട് എന്നെ കാണാൻ വരാത്ത, അവന് ഒരുപാട് തിരക്കുണ്ടെന്നൊക്കെ അറിയാം, എന്നാലും എന്താ അവനെ കാണാൻ വരാ, ഞാൻ വന്ന വിവരം നീ അവനോട് പറഞ്ഞില്ലേ എന്നൊക്കെ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അശ്വിൻ വരുന്നത്. അശ്വിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഷ്യാം നമ്മുടെ കുടുംബത്തിനോടും ചേച്ചിയോടും കാണിച്ചതൊക്കെ യഥാർത്ഥ സ്നേഹമല്ലായിരുന്നു, അതൊക്കെ വെറും കള്ളത്തരായിരുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അവനെ അടിച്ച് പുറത്താക്കിയതെന്നൊക്കെ അശ്വിൻ അച്ഛമ്മോട് പറയുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അഞ്ജലിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണോ നീ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ വീണ്ടും പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ എനിക്ക് ആരുടെയും സമ്മതമൊന്നും വേണ്ട എന്നൊക്കെ അച്ഛമ്മോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അച്ഛമ്മ കുടുംബാംഗങ്ങളോട് സംസാരിക്കണതാണ്. ആ സമയത്ത് പ്രീതി പറയുന്നുണ്ട്, അച്ഛമ്മയ്ക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അച്ഛമ്മയുടെ തീരുമാനം നടപ്പിലാണെങ്കിൽ ഞാനും ശ്രുതിയും ഇവിടുന്ന് ഒഴിവായി തരാമെന്നൊക്കെ പ്രീതി പറയുന്നുണ്ട്. പ്രീതി പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കരഞ്ഞിരിക്കുന്ന അഞ്ജലിനെ സമാധാനപ്പെടുത്താൻ നമ്മളെ സെലീൻ വരുന്നുണ്ട്. സെലീൻ വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. കണ്ടിട്ട് അവളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്ന് അത് വന്നിട്ട് സെലീൻ അഞ്ജലിയോട് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ സമാധാനിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.